ദൈവത്തിന് മഹത്വം. നാം കൊലോസ് ലേഖനത്തിൽ നിന്നുമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസിൻ്റെ പ്രാർത്ഥനയുടെ വിശദാംശങ്ങൾ നാം പരിശോധിച്ച് വരികയാണല്ലോ. വാസ്തവത്തിൽ എത്ര ശ്രദ്ധയോടും അർത്ഥവത്തായുമാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നാം ചെയ്യുന്നത് പോലെ കുറേ വാക്കുകൾ ഉരുവിടുകയല്ല താൻ ചെയ്യുന്നത്. ചില ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ അല്ലെങ്കിൽ സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നില്ല അത്. രക്ഷിക്കപ്പെട്ട ഓരോ വിശുദ്ധനും യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടണം എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രാർത്ഥനയാണ് പൗലോസ് നടത്തുന്നത്. കേവലം കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, ജീവിത രൂപാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണത്. പൗലോസിൻ്റെ പ്രാർത്ഥനയിലെ 2 വിഷയങ്ങൾ കൂടി ഇനി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആറാമതായി പൗലോസ് പ്രാർത്ഥിക്കുന്ന വിഷയം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം എന്നതാണ്. സ്ട്രെങ്തൻഡ് വിത്ത് ഓൾ മൈറ്റ്. എന്തിനാണ് ബലപ്പെടേണ്ടതെന്നും എങ്ങനെയാണ് ബലപ്പെടേണ്ടതെന്നും അപ്പോസ്തലൻ 11-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വിശ്വാസികൾ പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഏറ്റവും അനിവാര്യമായതാണ് ദൈവത്തിൻ്റെ ശക്തി. അതുകൊണ്ടാണ് അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് തക്കവണ്ണം ബലപ്പെടണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകമനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സ്വന്തം ശക്തിയാൽ സ്വയത്തെ കീഴടക്കാനും ജഡിക വികാരങ്ങൾ നിയന്ത്രിക്കാനും മറ്റുമൊക്കെ കഴിയും. ജീവിതത്തിലെ പല കാര്യങ്ങളും സാധിക്കും എന്ന് കരുതുന്നവരാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ശക്തി കൂടാതെ ഒന്നും കഴിയുന്നതല്ല. നാം നമ്മിൽ തന്നെ അശക്തരാണ്. ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുവാൻ, കർത്താവിന് യോഗ്യമാം വിധം നടക്കുവാൻ, അറിഞ്ഞ ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ, ക്രിസ്തുവിനെ സാക്ഷിക്കാൻ, ജഡിക സ്വഭാവത്തിന്മേൽ വിജയം വരിക്കാൻ, ക്രിസ്തീയ ജീവിത പോരാട്ടത്തിൽ സാത്താനോട് എതിർത്ത് വിജയം വരിക്കാൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ശക്തി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർ 6:10 പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടണമെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എഫേസ്യ ലേഖനം 3:16 വായിക്കാൻ കഴിയും. ഒരു വിശ്വാസിക്ക് സ്വന്തം ശക്തിയിൽ ജീവിതം വിജയകരമായി നയിക്കാൻ കഴിയുകയില്ല. സെഖര്യാവ് 4:6 പറഞ്ഞിരിക്കുന്നത് പോലെ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാവിനാലത്രേ നമുക്ക് എന്തെങ്കിലും സാധിക്കുന്നത്. തങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിച്ചും ഇച്ഛയെ നിയന്ത്രിച്ചും ഒക്കെ ജീവിതത്തിൽ പൂർണ്ണത വരിക്കാൻ കഴിയുമെന്നാണ് ലോകത്തിൻ്റെ തത്വശാസ്ത്രം. എന്നാൽ ജീവിതം പൂർണ്ണമാക്കാൻ അതുകൊണ്ടൊന്നും കഴിയുകയില്ല. മരണത്തിന്മേൽ ജയം വരിക്കാൻ അതുകൊണ്ട് കഴിയുകയില്ല. ഈ വാക്യത്തിൽ പറയുന്നത് പോലെ ജീവിതത്തിൽ വന്നുയരുന്ന പ്രതികൂലങ്ങളെയും പരീക്ഷകളെയും സന്തോഷത്തോടെ സഹിക്കാനും ലോകതത്വം കൊണ്ട് കഴിയുകയില്ല. ദൈവശക്തി കൊണ്ട് ഒരു വിശ്വാസിക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ശക്തി നമുക്ക് ലഭിക്കുക? അതിനുള്ള ചില വഴികൾ ദൈവവചനത്തിൽ കാണുന്നുണ്ട്. അതിലൊന്ന്, ദൈവവചനം അനുസരിക്കുന്നതിലൂടെ നാം ശക്തരായി തീരുന്നു എന്നതാണ്. യോവേൽ പ്രവചനം 2:11 യഹോവയുടെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവൻ തന്നെ എന്ന് നാം വായിക്കുന്നുണ്ട്. കർത്താവിലുള്ള നിരന്തരമായ ആശ്രയം നമ്മെ ശക്തരാക്കും. അത് മറ്റൊരു മുഖാന്തരമാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിന് ശക്തിപ്പെടുവിൻ എന്ന് പറയുമ്പോൾ ആ കർത്താവിൽ ആശ്രയിക്കാതെ എങ്ങനെയാണ് ആ ശക്തി നമുക്ക് ലഭിക്കുക? ശക്തനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ദാവീദിന് കഴിഞ്ഞത് താൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയത് കൊണ്ടാണ്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്ന് ദാവീദ് പറഞ്ഞതായി നാം സങ്കീർത്തനം 18:29 വായിക്കുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് താൻ ദൈവത്തെക്കുറിച്ച് 18:2 പറഞ്ഞത് ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറ എന്നാണ്. യിരെമ്യാവ് പറഞ്ഞത് ഇങ്ങനെയാണ്:
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു എന്നാണല്ലോ പൗലോസ് പറഞ്ഞത്. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ ശക്തി നൽകും. പിന്നെ ഈ ശക്തി പ്രാപിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു മാർഗം ശക്തമായ പ്രാർത്ഥനയാണ്. നിരന്തരമായ ശക്തമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ശക്തരാണ്. ഒരു സത്യവിശ്വാസിയുടെ ശക്തി സ്രോതസ്സാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന നമ്മെ ശക്തരാക്കും. യെശയ്യാവ് 40:31 പറഞ്ഞിരിക്കുന്നത് പോലെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. എന്നെ ബലപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥന തന്നെ ഒരു ബലമാണ്. അങ്ങനെ ദൈവത്തിനനുസരിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ സങ്കീർത്തനം 29:11 പറയുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകി അനുഗ്രഹിക്കും. പൗലോസ് പറഞ്ഞതുപോലെ ബലഹീനതയിലും തികഞ്ഞു വരുന്ന ശക്തി അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ ബലപ്പെടണം എന്ന് നാം കണ്ടു. ഇനി ഇപ്രകാരം ബലപ്പെടേണ്ടതിൻ്റെ പ്രയോജനം അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നും പൗലോസ് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ബലപ്പെടുന്നത്? ഒന്നാമതായിട്ട് അത് നമുക്ക് സഹിഷ്ണുത കൈവരുത്തും എന്നതാണ്. എൻഡ്യൂറൻസ് അല്ലെങ്കിൽ പേഷ്യൻസ് എന്നൊക്കെ പറയാം. സകല സഹിഷ്ണുതയ്ക്കും എന്നാണ് നമ്മൾ വായിക്കുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെയും പരിശോധനകളെയും എല്ലാം സഹനശക്തിയോടെ നേരിടാൻ നമുക്ക് കഴിയും. ഇവിടെ സഹിഷ്ണുത എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന യവന വാക്കാണ് ഹുപ്പോമൊനെ എന്ന് പറയുന്നത്. പരീക്ഷകളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നതിനെയാണ് ഈ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൗലോസിൻ്റെ ജീവൻ തന്നെ അതിന് ഉദാഹരണമാണല്ലോ. എന്തെല്ലാം കഷ്ടതകളിലൂടെ കടന്നുപോയി, എന്നിട്ടും ബലവാനായി കാണപ്പെട്ടു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്നാണ് 2 കൊരിന്ത്യർ 12:10 പൗലോസ് പറഞ്ഞത്. അങ്ങനെ പറയാൻ കാരണം ഇതാണ്. കർത്താവിൻ്റെ ശക്തിയാൽ ശക്തിപ്പെടുന്നവർക്ക് മാത്രമേ ഇത് സാധിക്കൂ. അവർക്ക് സന്തോഷത്തോടെ ഇത്തരം സാഹചര്യങ്ങളിൽ നിൽക്കാനാകും. നാം ബലപ്പെടേണ്ടതിൻ്റെ രണ്ടാമത്തെ കാരണം അല്ലെങ്കിൽ ബലപ്പെടുന്നത് കൊണ്ടുള്ള രണ്ടാമത്തെ പ്രയോജനം നാം ദീർഘക്ഷമയുള്ളവരായി തീരും എന്നതാണ്. ദീർഘക്ഷമ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കാണ് മാക്രോത്തൂമിയ, ലോങ് സഫറിങ് എന്ന് പറയും. സഹിഷ്ണുത എന്നുള്ളത് സാഹചര്യങ്ങളിൽ സഹിച്ചു നിൽക്കാനുള്ള കഴിവാണെങ്കിൽ ദീർഘക്ഷമ എന്നത് ആളുകളോട് ക്ഷമയുള്ളവരായിരിക്കാനുള്ള കഴിവാണ്. ആളുകളെ സഹിക്കുക എന്ന് പറയാം. നമ്മോട് കോപിക്കുന്നവരോടും നമ്മോട് ദ്രോഹമോ ദോഷമോ ചെയ്യുന്നവരോടും നമുക്ക് ഉപദ്രവം ചെയ്യുന്നവരോടുമൊക്കെ ക്ഷമിക്കാനുള്ള കഴിവ്, അതും സന്തോഷത്തോടെ ക്ഷമിക്കുവാനുള്ള കഴിവാണിത്. ഇത് സ്വയശക്തിയിൽ കഴിയുന്ന കാര്യമല്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ശപിക്കുന്നവരെ അനുഗ്രഹിക്കാനും ദോഷത്തിന് പ്രതികാരം ചെയ്യാതിരിക്കാനും ഒക്കെ കഴിയുന്നത് നാം പൂർണ്ണ ശക്തിയാൽ ബലപ്പെടുമ്പോൾ മാത്രമാണ്. തൻ്റെ ഭർത്താവിനെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും ചുട്ടെരിച്ചു കൊന്ന ഘാതകരോട് ഒരു പരിഭവവും കൂടാതെ ക്ഷമിക്കുവാൻ ഗ്ലാഡിസ് സ്റ്റെയിൻസിന് കഴിഞ്ഞതിൻ്റെ രഹസ്യവും ഇത് തന്നെയാണ്. അതിന് ആ വനിതയെ ശക്തിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ ശക്തിയാണ്. 1 പത്രോസ് 3:9 പറയുന്നത് പോലെ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹിക്കുന്നവരായിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിന് ദൈവിക ശക്തി നാം പ്രാപിച്ചേ മതിയാവൂ. മൂന്നാമതായി നാം ബലപ്പെടുന്നത് കൊണ്ട് ലഭിക്കുന്ന ഒരു അനുഗ്രഹം അല്ലെങ്കിൽ നന്മ, ഏത് സാഹചര്യങ്ങളിലും നമ്മെ എത്ര ഞെരുക്കുന്ന സാഹചര്യമായാലും നമ്മെ എത്ര ബുദ്ധിമുട്ടിക്കുന്ന ആളുകളായാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളെയും ആളുകളെയും സന്തോഷത്തോടെ സഹിക്കുവാൻ ദൈവിക ശക്തിയാൽ ബലപ്പെടുന്നൊരു വിശ്വാസിക്ക് കഴിയുന്നു. സന്തോഷത്തോടെ എന്നൊരു വാക്ക് ഈ വാക്യങ്ങളിൽ ഉണ്ട്. മലയാളം ബൈബിളിൽ അത് 13-ാം വാക്യത്തിലാണ് കാണുന്നത്. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗം ഇംഗ്ലീഷ് പരിഭാഷകളിലും മൂലഭാഷയായ ഗ്രീക്കിലും സന്തോഷത്തോടെ എന്ന വാക്ക് സന്തോഷത്തോടെ സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത്
ഫോർ ഓൾ പേഷ്യൻസ് ആൻഡ് ലോങ് സഫറിങ് വിത്ത് ജോയ് എന്നാണ്. രണ്ടിടത്ത് ചേർത്താലും പ്രശ്നമൊന്നുമില്ല. എങ്കിലും പ്രതികൂല സാഹചര്യങ്ങളെ സന്തോഷത്തോടെ സഹിക്കാനും നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളോട് സന്തോഷഭാവത്തോടെ ക്ഷമിക്കാനും ഒക്കെ കഴിയണമെങ്കിൽ പ്രത്യേക ദൈവകൃപ അല്ലെങ്കിൽ ദൈവശക്തി വേണം. ഞാൻ ഈ ആശയത്തോടാണ് കൂടുതൽ യോജിക്കുന്നത്. അപ്പോൾ പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം എന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രസക്തിയും വ്യാപ്തിയും എത്ര വലുതാണ്. അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.